കന്നഡ ഭാഷാവിവാദത്തില് മാപ്പുപറയില്ലെന്ന് കമൽഹാസന് വ്യക്തമാക്കിയതോടെ കർണാടകയില് തഗ് ലൈഫ് പ്രദർശന വിലക്കിലേക്ക്. മാപ്പുപറയാന് 2 തവണ അനുവദിച്ച സമയപരിധി അവസാനിച്ചതോടെയാണ് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ചിത്രം സംസ്ഥാനത്ത് നിരോധിക്കാന് തീരുമാനിച്ചത്. നേരത്തെ ചെന്നൈയില് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാപ്പുപറയില്ലെന്ന് കമൽഹാസന് വ്യക്തമാക്കിയിരുന്നു. കന്നഡ അനുകൂല സംഘടനകളുടെ വികാരത്തിനൊപ്പമാണ് ഫിലിം ചേംബർ. വിതരണക്കാരെ വിളിച്ചുവരുത്തി കമൽഹാസനുമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. തിയേറ്റർ ഉടമകളുമായും ചർച്ച നടത്തി. കമല് മാപ്പു പറയുന്നതുവരെ ചിത്രം കർണാടകയില് പ്രദർശിപ്പിക്കേണ്ടെന്നാണ് തീരുമാനം. ഫിലിം ചേംബർ പ്രസിഡന്റ് നരസിംഹലതി ഫെഡറലിനോട് പറഞ്ഞു. ഇതോടെ ആഗോള റിലീസായി ജൂൺ 5-ന് എത്തുന്ന ചിത്രം കർണാടകയില് പ്രദർശിപ്പിക്കില്ലെന്ന് വ്യക്തമായി. പരാമർശത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് കമൽഹാസനെ ഇമെയിൽ വഴി അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും നരസിംഹല് അറിയിച്ചു. നേരത്തെ ചെന്നൈയില് DMK ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പരാമർശത്തില് താന് മാപ്പു പറയില്ലെന്ന് കമൽഹാസന് വ്യക്തമാക്കിയിരുന്നു. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഞാന് നിയമത്തിലും നീതിയിലും വിശ്വസിക്കുന്നു. സ്നേഹം എപ്പോഴും വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നു. കർണാടകയോടും ആന്ധ്രാപ്രദേശിനോടും കേരളത്തോടുമുള്ള എന്റെ സ്നേഹം യഥാർത്ഥമാണ്. എന്തെങ്കിലും അജണ്ട ഉള്ളവരില്ലാതെ ആരെങ്കിലും അതിന് സംശയിക്കില്ല. നേരത്തെയും എനിക്കെതിരെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. തെറ്റുപറ്റിയെങ്കിലും ഞാനും മാപ്പു പറയും, ഇല്ലെങ്കിൽ പറയില്ല എന്നായിരുന്നു കമൽഹാസന്റെ വാക്കുകൾ. ചെന്നൈയില് തഗ് ലൈഫ് ചിത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയില് കമൽഹാസന് നടത്തിയ പരാമർശമാണ് വിവാദമായത്. കന്നഡ തമിഴിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നായിരുന്നു വിവാദ പരാമർശം. മാപ്പു പറയാന് കമലിന് ഫിലിം ചേംബർ 24 മണിക്കൂർ സമയം അനുവദിച്ചിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം കമലിന്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. കന്നഡ അനുകൂല സംഘടനകളും കമലിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. കമല് മാപ്പു പറഞ്ഞില്ലെങ്കിൽ ചിത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക സാംസ്കാരിക വകുപ്പ് മന്ത്രി ശിവരാജ് തങ്കടകി ഫിലിം ചേംബറിന് കത്ത് നൽകിയിരുന്നു.